गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुर्साक्षात् परब्रह्मं तस्मै श्री गुरवे नमः. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. 2026 മാർച്ച് 1 മുതൽ 7 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, കുംഭം 17 മുതൽ 23 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജൻ, രവി, ബുധൻ എന്നിവരും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവഗുണം വർദ്ധിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടും. മാതൃസുഖം കുറയും. ദുഃഖം, ശത്രുനാശം, മൃഷ്ടാന്നലാഭം എന്നിവ ഉണ്ടാകാം. അധികാരികളുടെ പ്രീതിക്ക് പാത്രമാകും. ദാമ്പത്യ സൗഖ്യവും കാര്യവിജയവും ഉണ്ടാകും. അനാരോഗ്യം അലട്ടും. വസ്ത്രാഭരണാദികൾ ലഭിക്കാനിടയുണ്ട്. ബന്ധുജനങ്ങൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജൻ, രവി, ബുധൻ എന്നിവരും ലാഭസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. സൽകീർത്തിയും ദാമ്പത്യ സൗഖ്യവും പ്രതീക്ഷിക്കാം. സുഖഭോജനവും സുഗന്ധദ്രവ്യലാഭവും ഉണ്ടാകാം. വാക്കുപാലിക്കാൻ സാധിക്കും. ശത്രുനാശവും സർവ്വസൗഖ്യവും ഉണ്ടാകും. കർമ്മതടസ്സത്തിന് സാധ്യത കാണുന്നു. കാര്യവിജയം, ഭയം, സഞ്ചാരതടസ്സം, ശത്രുനാശം എന്നിവ പ്രതീക്ഷിക്കാം. സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ദേവി പ്രീതി എന്നിവ. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജൻ, രവി, ബുധൻ എന്നിവരും കർമ്മസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. വിരഹവും അത്യധികമായ മനോദുഃഖങ്ങളും ഉണ്ടാകാം. മാനക്ഷയം, വസ്ത്രലാഭം, ഭയം, ദുഃഖം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. അർത്ഥനാശവും പരാജയങ്ങളും ഉണ്ടാകും. കാര്യവിഘ്നവും വാതരോഗങ്ങളും പ്രതീക്ഷിക്കാം. ബുദ്ധിപൂർവ്വമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് സ്ത്രീകൾ നിമിത്തം അപമാനവും കലഹവും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ധനനാശവും സ്ഥാനഭ്രംശവും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, മഹാലക്ഷ്മി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജൻ, രവി, ബുധൻ എന്നിവരും ഭാഗ്യസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ധർമ്മ പ്രവൃത്തികൾക്ക് തടസ്സവും നേരിടും. എല്ലാവിധ ഭൗതിക സുഖങ്ങളും ലഭ്യമാകുമെങ്കിലും അനുഭവം കുറയും. യാത്രാക്ലേശവും ധനപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. സന്താനഗുണം ഉണ്ടാകും. വ്രണാതി രോഗങ്ങളും മാനനഷ്ടവും ഉണ്ടാകാനിടയുണ്ട്. ഭയം, വസ്ത്രലാഭം, കർമ്മതടസ്സം, മൃഷ്ടാന്നലാഭം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. കലഹപ്രവണത ഉടലെടുക്കും. സ്ത്രീകൾ നിമിത്തം വിഷമതകൾ ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ദേവി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജൻ, രവി, ബുധൻ എന്നിവരും അഷ്ടമത്തിൽ ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ശാരീരിക അധ്വാനം വർദ്ധിക്കാം. രക്തസ്രാവത്തിനിടയുണ്ട്. ഭാഗ്യസിദ്ധി, മാനക്ഷയം, വസ്ത്രലാഭം, അമിതമായ ചെലവ് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടായേക്കാം. സ്വജനവിരോധവും ഉറക്കമില്ലായ്മയും ഉണ്ടാകാം. അഭീഷ്ടകാര്യസിദ്ധിയും പുത്രലാഭവും ഉണ്ടാകാം. ധനവർദ്ധനവ്, ഗൃഹോപകരണങ്ങൾ വാങ്ങുക എന്നിവ ഉണ്ടാകാം. ബന്ധുക്കൾക്കും നാൽക്കാലികൾക്കും നാശമുണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജൻ, രവി, ബുധൻ എന്നിവരും കളത്രസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ഭാര്യാസുഖം കുറയും. അലച്ചിലും വഴി തടസ്സവും ഉണ്ടാകും. സ്ത്രീകൾ നിമിത്തം കലഹങ്ങൾക്ക് സാധ്യത. കർമ്മവൈകല്യവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. ഭാഗ്യവർദ്ധനവ് അനുഭവപ്പെടും. ശത്രുക്കളുമായി രമ്യതയിലെത്തും. ബന്ധുസമാഗമം, കാര്യതടസ്സം, മൃഷ്ടാന്നലാഭം, മാനക്ഷയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. രോഗശമനവും ആഗ്രഹസാഫല്യവും ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ദേവി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജൻ, രവി, ബുധൻ എന്നിവരും ശത്രുസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ദൈവാധീനം ഉണ്ടാകും. ഭാഗ്യവർദ്ധനവും ധർമ്മപ്രവൃത്തികളിൽ താല്പര്യവും ഉണ്ടാകും. മനസ്സുഖം കുറയും. ഉദരരോഗങ്ങൾക്ക് സാധ്യത. പൂർവിക ആരാധനകളിൽ അലംഭാവം ഉണ്ടാകും. ശത്രുക്കൾക്ക് മേൽ ജയം നേടും. സ്ത്രീകൾ നിമിത്തം വിഷമതകൾ ഉണ്ടാകാം. ദാമ്പത്യ സൗഖ്യം കുറയും. കുടുംബകലഹത്തിന് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ശ്രീരാമപ്രീതി, ദേവി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്.
ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും സുഖസ്ഥാനത്ത് കുജൻ രവി ബുധൻ എന്നിവരും പുത്രസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ദൈവാധീന കുറവ് അനുഭവപ്പെടും. സ്ത്രീ പുരുഷ സുഖാനുഭവങ്ങൾ നഷ്ടപ്പെടും. മനസ്സുഖം കുറയും. മൃഷ്ടാന്ന ലാഭം, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവ പ്രതീക്ഷിക്കാം. ഉദരരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. യാത്രാഗുണം ഉണ്ടാകും. സന്താന ഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. ദ്രവ്യത്തിനും ബുദ്ധിക്കും നാശം ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജൻ രവി ബുധൻ എന്നിവരും സുഖസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ദാമ്പത്യബന്ധം ദൃഢതരമാകും. ധനലാഭം, സ്വർണ്ണാഭരണ ലാഭം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. അധികാരികളുടെ പ്രീതി തൊഴിൽ രംഗത്ത് ലഭിക്കും. ശത്രുഭയവും ബന്ധുകലഹവും ഉണ്ടാകാം. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ബന്ധനം, തൊഴിൽ പുരോഗതി, ബന്ധുസമാഗമം എന്നിവയ്ക്ക് സാധ്യത. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ സ്വന്തമാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്ത് കുജൻ രവി ബുധൻ എന്നിവരും സഹോദരസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുക്കളെ കൊണ്ടും അവരുടെ ബന്ധുക്കളെ കൊണ്ടും ഉപദ്രവങ്ങൾ നേരിടേണ്ടതായി വരും. ധനപരമായി അനുകൂലമായ കാലമല്ല. നയനരോഗങ്ങൾക്ക് സാധ്യത. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. കീഴുദ്യോഗസ്ഥരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. ആജ്ഞാശക്തിയും അനുഭവ ഗുണവും വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിൽ രവി, കുജൻ, ബുധൻ എന്നിവരും ധനസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ശക്തിക്കുറവും കണ്ണിന് രോഗങ്ങളും ഉണ്ടാകാനിടയുണ്ട്. ധനധാന്യ സമൃദ്ധിയും പലവിധ സുഖാനുഭവങ്ങളും ലഭിക്കും. സന്താന ഗുണവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. സഞ്ചാരക്ലേശത്തിന് സാധ്യത. ശത്രുനാശം, മൃഷ്ടാന്ന ലാഭം, അഗ്നിഭയം, സ്വാതന്ത്ര്യക്കുറവ് എന്നിവ അനുഭവപ്പെടും. ദേഹപീഡയും കോപവർദ്ധനവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് രവി, കുജൻ, ബുധൻ എന്നിവരും ജന്മത്തിൽ ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവ ഗുണം കുറയും. ബന്ധുക്കളിൽ നിന്ന് തിക്താനുഭവങ്ങൾക്ക് സാധ്യത. കടബാധ്യതകൾ വർദ്ധിക്കാനിടയുണ്ട്. ബിസിനസ്സിൽ പണം മുടക്കുന്നത് സൂക്ഷിച്ചു വേണം. ഊഹക്കച്ചവടത്തിൽ നഷ്ടങ്ങൾക്ക് സാധ്യത. കർമ്മരംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. വിദ്യാതടസ്സം ഉണ്ടായേക്കാം. ആരോഗ്യനില തൃപ്തികരമായിരിക്കുകയില്ല. മൃഷ്ടാന്ന ലാഭവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക.